ഞാൻ BJP പ്രതിനിധിയിലേക്ക് കൂടി പോകുന്നു. അഡ്വക്കേറ്റ് S. ജയസൂര്യൻ, ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. കേന്ദ്ര സർക്കാരും BJPയും എപ്പോഴും ഈ വിഷയത്തിൽ പ്രതിരോധം തീർക്കുന്നത് നിങ്ങൾക്ക് SDRFിൻ്റെ ഫണ്ട് ഉണ്ടല്ലോ, ആ ഫണ്ട് എടുത്ത് ഉപയോഗിച്ചുകൂടെ? സർ, ചോദ്യം റെസ്ക്യൂവിനും റിലീഫിനും കേന്ദ്ര സർക്കാർ പണം തന്നിട്ടില്ല എന്നല്ല, റീഹാബിലിറ്റേഷന് വേണ്ടുന്ന പണം എത്ര നിങ്ങൾ തരുമെന്നത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് റീഹാബിലിറ്റേഷൻ പ്ലാനിംഗ് നടത്താൻ കഴിയൂ. സംസ്ഥാന സർക്കാർ 2 കണ്ണായ ഭൂമി കണ്ടെത്തിയിരിക്കുന്നു. അതിപ്പോൾ കോടതിയുടെ നൂലാമാലയ്ക്കുള്ളിലാണെങ്കിലും വളരെ പെട്ടെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പൊസഷനിലേക്ക് കടക്കാൻ കഴിയും. അങ്ങനെ കടന്നാൽ സംസ്ഥാന സർക്കാരിന് എത്ര വലിയ ടൗൺഷിപ്പാണ് നിർമ്മിക്കേണ്ടത്, സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് എന്നത് അറിയണമെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പണം കൂടി കിട്ടണം. പക്ഷേ നമ്മുടെ കേന്ദ്രം അത് പറയുന്നില്ല, അത് നൽകുന്നില്ല. എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നു എന്നതാണ് ചോദ്യം. ഞാൻ ആദ്യമായിട്ട് അരുൺകുമാറിനെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഇതുവരെ അരുൺകുമാറിനെ അഭിനന്ദിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ അഭിനന്ദിക്കുന്നതിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ് ഒന്നും തന്നിട്ടില്ല എന്നല്ല പറഞ്ഞത്, അത്രയെങ്കിലും സമ്മതിച്ചല്ലോ, അത് അഭിനന്ദനാർഹമാണ്. കേന്ദ്ര ഗവൺമെൻറ് തന്നു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തന്നത് ഇപ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് MP പറയുന്നത് പോലെ ദീർഘകാല പദ്ധതിയിലൂടെ ടൗൺഷിപ്പൊക്കെ നടത്തി അവരെ പുനരധിവസിപ്പിക്കുന്ന കാര്യം സമയക്രമമെടുത്ത് ചെയ്യേണ്ടതാണ് എന്ന് അദ്ദേഹം പറയുന്നു. തീർച്ചയായിട്ടും അതെ, ആ കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവിടെ തയ്യാറാക്കി ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്ത് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടി ഒന്നിച്ച് ആ കാര്യം തീരുമാനിക്കണം. ഓക്കെ, അത് നല്ല കാര്യം. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം എന്താ? അവിടുത്തെ ദൈനംദിനമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവിടെ വാടക വീട്ടിൽ താമസിക്കുന്നവർക്ക് വാടക കൊടുക്കാൻ, ദൈനംദിന ചെലവുകൾക്ക് പണം കൊടുക്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണം കിട്ടുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതിന് നമ്മൾ ഈ പറഞ്ഞ യാതൊരു നിയമപ്രശ്നങ്ങളും നൂലാമാലകളും പറഞ്ഞ് സമയം കളയേണ്ടതില്ല. 2 കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം. ഹൈക്കോടതിയിൽ ഇന്നലെ കേരള ഗവൺമെൻറ് പറഞ്ഞത് SDRF ഫണ്ടിൽ നമുക്ക് ബാക്കിയിരിക്കുന്നത് 588 കോടിയാണ്, 588.95 കോടിയാണ്. അതിൽ തൊടാൻ കേന്ദ്രം സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നത് 100% ഞാൻ അങ്ങോട്ട് അംഗീകരിക്കുന്നു. വാദത്തിന് വേണ്ടി മാത്രം. ബാക്കി എത്ര തുകയുണ്ട്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇന്നലത്തെ കണക്കനുസരിച്ച് 665 കോടി രൂപയുണ്ട്. മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകൾ കേരള ഗവൺമെൻറ്റിന് സഹായത്തിന് വേണ്ടി തന്നത്, BJP ഗവൺമെൻറ്റുകൾ മാത്രം തന്നത് 70 കോടിയുണ്ട്. അതിൽ അങ്ങനെ 735 കോടി രൂപ കേന്ദ്രം വിലക്കാത്ത പണം കേരള ഗവൺമെൻറ്റിൻ്റെ കൈവശം ഇപ്പോഴുണ്ട്. ആ 735 കോടി രൂപയിൽ ഒരു പൈസയിലും കേന്ദ്ര ഗവൺമെൻറ് ഇടപെടാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതുപോലെ അത്യാവശ്യ കാര്യങ്ങളിൽ അടിയന്തര ഘട്ടങ്ങളിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ കയ്യിൽ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. അത് അടിയന്തരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് 445 കോടി രൂപയുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ സർക്കാരിൻ്റെ കയ്യിൽ 1200-ൽ പരം കോടി രൂപ ആരും തടയാത്ത, നിബന്ധനകളില്ലാത്ത, പ്രശ്നങ്ങളും പ്രതിസന്ധികളുമില്ലാതെ എടുത്തുപയോഗിക്കാൻ മാത്രമുള്ള പണമുണ്ട്. ഇനി ഞാൻ ഈ പറഞ്ഞ കണക്കൊന്നും വിശ്വാസമല്ലെങ്കിൽ ഒരു കാര്യം വിശ്വസിക്കാമോ? 665 കോടി രൂപ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലുണ്ടല്ലോ. അതിനകത്തുനിന്ന് ആവശ്യമുള്ള പണം ഇപ്പോൾ കൊടുത്തുകൂടെ? ഇതാണ് വയനാട് ജനതയും ചോദിക്കുന്നത്, ഞങ്ങളും ചോദിക്കുന്നത്. കേരളത്തിന്റെ ചോദ്യം ബാക്കിയൊക്കെ കേന്ദ്രമോ സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ? ഈ 665 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇനി അവിടെ കെട്ടിടം പണിയാൻ പോകുന്നത്? അതിൽ ബാക്കിയുള്ള പണം തീരുമാനിക്കേണ്ടത്. SDRFിൽ നിന്ന് ലഭിക്കുന്നത് 1,25,000 രൂപയാണ് ഒരു വീടിന്. ബാക്കി പണം കണ്ടെത്തേണ്ടത് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കേന്ദ്രം നൽകുന്ന പണവും കൂടി ഉണ്ടെങ്കിലേ അത് സാധ്യമാവൂ. അത്രമേൽ വലിയ ചെലവ് വരും. 10 ലക്ഷം രൂപയുടെ വീടാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്. NDRFിൻ്റെയോ SDRFിൻ്റെയോ ഫണ്ട് പ്രകാരമുള്ള 1.25 ലക്ഷം രൂപയുടെ ഒരു കാലിത്തൊഴുത്തല്ല സാർ. അപ്പോൾ അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നുള്ള പണം ആവശ്യമാണ്. അവർക്കിപ്പോൾ കൊടുക്കുന്ന വാടക അത് സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ലേ? അവർക്ക് മാസാമാസം കൊടുക്കുന്ന 10,000 രൂപ അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നല്ലേ? ഇത് കൊടുക്കാനുള്ള പ്രൊവിഷൻ SDRFിലുണ്ടോ? SDRFിൽ ഇല്ലല്ലോ. അപ്പോൾ SDRFിലുള്ളത് നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ നമുക്ക് ആ ഹെഡ്സിൽ നിന്ന് 1 രൂപ മാറ്റി ചെലവഴിക്കാൻ കഴിയില്ല ശ്രീ ജയസൂര്യൻ. അപ്പോൾ പിന്നെ പണം എവിടെ നിന്ന് വരും? അതാണ് ചോദ്യം. അത് തന്നെയാണ് അരുൺകുമാർ ഞാനും ചോദിക്കുന്നത്. അരുൺകുമാറിൻ്റെ ചോദിച്ച ചോദ്യമൊക്കെ എനിക്ക് വേണ്ടി അരുൺകുമാർ ചോദിച്ച പോലെ എനിക്ക് തോന്നുന്നത്. ആ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നല്ലേ എന്ന് ചോദിക്കുന്നു. പക്ഷെ അവിടെയുള്ളവർ പറയുന്നു അതുപോലും കിട്ടുന്നില്ല സാർ. ഒറ്റപ്പെട്ട കേസാവുന്നേ. ഒറ്റപ്പെട്ട കേസുകളല്ല. നോ, ഞാനൊരു വ്യക്തി എടുത്ത് പറഞ്ഞില്ല. അരുൺകുമാർ എന്തിനാണത് ഒറ്റപ്പെടുത്തുന്നത്?
അവിടെ സൈനബയുടെ വിഷയമാണല്ലോ. സൈനബയ്ക്ക് ഫോൺ കൊടുത്തപ്പോൾ 16 പേര് ആ ഫോണിൽ കൂടെ സംസാരിച്ചത്. അപ്പൊ സൈനബയുടെ ഒറ്റപ്പെട്ട വിഷയമല്ല. നോക്കരുത്. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്. അല്ലല്ല, നമ്മൾ അതിനെ എടുത്തുകൊണ്ട് പ്രവചീകരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് ദുരിതാശ്വാസം നൽകുന്നതും അതിൽ ഒരു 4-5 ആളുകളെ ക്ലറിക്കൽ മിസ്റ്റേക്ക് കൊണ്ട് മാറിപ്പോകുന്നതും രണ്ടാണ്. നമ്മുടെ ചോദ്യം എന്താ? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ത്രിപുരയ്ക്ക് അടിയന്തരമായി ധനസഹായം അനുവദിക്കുന്നത്, ഒഡീഷയ്ക്ക് അനുവദിക്കുന്നത്, ആന്ധ്രാപ്രദേശിന് അനുവദിക്കുന്നത്, സ്പെഷ്യൽ പാക്കേജ് ബീഹാറിന് കൊടുക്കുന്നത്? നമ്മുടെ സംസ്ഥാന സർക്കാർ ജോഷിമഠിൽ പോലും നോക്കൂ, ജോഷിമഠിൽ ഇതേ PDNA തയ്യാറാക്കാൻ എത്ര മാസമാണ് എടുത്തത്? അതേസമയം കേരള സർക്കാർ 90 ദിവസം കൊണ്ട് PDNA കൊടുത്തു. 2200 കോടി രൂപയോളം ആവശ്യപ്പെട്ടു. എത്ര തരുമെന്ന് ഇനിയും കണക്കിനിയും വ്യക്തമാവുന്നില്ല. എന്തിനാണ് ഈ വൈകൽ? വ്യക്തമായി പറയാം, എന്നെ പറയാൻ അനുവദിച്ചാൽ മതി. വ്യക്തമായി പറയാം എന്തിനാണ് ഈ വൈകൽ. ഇത് തന്നെയാണ് എൻ്റെയും ചോദ്യം. എന്തിനാണ് ഈ വൈകൽ? അതായത് നമ്മുടെ സർക്കാർ കൊടുത്തിരിക്കുന്ന കണക്ക് അതേപടി വിഴുങ്ങാൻ പറ്റുന്നതല്ലാന്ന് സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. ശവസംസ്കാരത്തിന് ഒരു ശവം സംസ്കരിക്കുന്നതിന് 75,000 രൂപ, ഭക്ഷണത്തിന് 10 കോടി രൂപ, വസ്ത്രത്തിന് ഇത്ര, അങ്ങനെ ചുമ്മാ ഒരു മാനം കാണി കണക്ക് കൊണ്ടുപോയി കേന്ദ്രത്തിൽ കൊടുത്തപ്പോൾ കേന്ദ്രം തിരിച്ചു ചോദിച്ചു, ഇതൊക്കെ വിശ്വാസയോഗ്യമാണോ? അപ്പോഴാണ് പറഞ്ഞത് അത് ഉദ്ദേശം അങ്ങ് പറഞ്ഞതേ ഉള്ളൂ, കുറച്ചെങ്കിലും കിട്ടണമെങ്കിൽ വലിയ തുക പറയണമല്ലോ, അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, ബാക്കി യഥാർത്ഥ കണക്ക് പിന്നാലെ തരാമെന്ന് പറഞ്ഞു. അതാണല്ലോ ഇന്നലെ ഹൈക്കോടതി ചോദിച്ചത്. അപ്പോൾ എന്താ പറയുന്നത്? ഇതുവരെ ആയിട്ടില്ല, ഇനിയും സമയം വേണം എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളിൽ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് ഉണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, എഫിഷ്യൻസി ഉണ്ട്. ഇവിടെ അത് ഒന്നുമില്ല. ഇത് കേന്ദ്രത്തിന്റെ മുഖത്തേക്ക് എല്ലാം ചാരാൻ വേണ്ടി, കേന്ദ്രമൊന്നും തന്നില്ലേ എന്ന് വിലപിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന ഗവൺമെന്റാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, ഇത് ഇവിടുത്തെ ഹൈക്കോടതിയാണ് പറഞ്ഞത്. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ പൊളിറ്റിക്കലാന്ന് പറയാം, പക്ഷെ ഹൈക്കോടതി പറഞ്ഞല്ലോ. അപ്പൊ ഹൈക്കോടതിയുടെ മുമ്പിൽ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടിയില്ല. സമയം വേണം സാർ, സമയം വേണം സാർ എന്ന് ഹൈക്കോടതിയിൽ പറയേണ്ട ഗതികേട് അങ്ങ് മുമ്പ് പറഞ്ഞ മറ്റ് സംസ്ഥാനങ്ങൾക്കില്ല. തമിഴ്നാടാണെങ്കിലും മറ്റേത് സംസ്ഥാനമാണെങ്കിലും എഫിഷ്യന്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഉണ്ട്, പൊളിറ്റിക്കൽ മാനേജ്മെന്റ് ഉണ്ട്. അത് രണ്ടും ഇവിടെ ഇല്ല. മാനം കാണി കണക്ക് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ അതായത് ഓരോ ദുരന്തമുണ്ടാക്കുമ്പോഴും അതിന്റെ പേരിൽ ആയിരക്കണക്കിന് രൂപ അടിച്ചു മാറ്റുന്ന പാരമ്പര്യം നമുക്കുണ്ട്. മഹാപ്രളയത്തിന് 3000 കോടി രൂപ കൊടുത്തു, 2100 കോടി രൂപ കാണാതെ പോയ സംസ്ഥാനമാണ് കേരളം. 900 കോടി രൂപ ജനങ്ങളിലെത്തിയുള്ളൂ. 2 ദിവസമായിട്ട് BJP വക്താക്കൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് 3000 കോടി കൊടുത്തു, 2200 കോടി രൂപ അടിച്ചു മാറ്റി എന്നുള്ളത്. അതിന്റെ വസ്തുത എന്താണെന്ന് ഒരുപക്ഷെ ജോൺ ബ്രിട്ടാസ് പറയും. Debate with Dr. Arun Kumar.